ഈ സ്വിച്ച് അമർത്തിയ ഇതുണ്ട് ഇങ്ങനെ പൊന്തും. അത്ര വലിയ ക്വാളിറ്റി എന്ന് പറയാനില്ല. ഇതിപ്പോൾ നമ്മൾ അവനെന്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ മോനെ നോക്ക്, കുറേ സബ്സ്ക്രൈബേഴ്സ് കുറേ നാളായിട്ട് പറയുന്ന സംഭവമാണ്. ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് കുറേ നാളായിട്ട് പറയുന്ന സംഭവമാണ് ഒരു JCB വാങ്ങാനായിട്ട്. അപ്പോൾ ഈ JCB എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാൻഡിൻ്റെ നെയിമാണ്. പക്ഷേ അതിൻ്റെ ശരിക്കും പേര് എക്സ്കവേറ്റർ എന്നാണ് അതിന് ശരിക്കുള്ള പേര് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ നമ്മുടെ JCB എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ JCB എന്ന് പറഞ്ഞാൽ JCB ആയിപ്പോയതാണ്. ശരിക്കും ഒരു എക്സ്കവേറ്റർ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മോഡൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധനം ഓൺ ദ വേ ആണ്. സോ അത് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വണ്ടി എന്ന് പറയുന്നത്. സോ വണ്ടിയുടെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരെയും കണ്ടിട്ടില്ലെങ്കിൽ ഡയറക്റ്റ് പോയി കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ അത് എടുത്തിട്ട് നമുക്ക് മേലേക്ക് പോയിട്ട് അൺബോക്സ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ടെറസിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. സോ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഓൺ ദ വേ ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത് എന്ത് പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിച്ചേക്കുക. അതേപോലെ തന്നെ പലരും വീഡിയോ ലൈക്ക് ചെയ്യാനാണ് വീഡിയോ കണ്ടിരിക്കുന്നത്. സോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മുടെ പെട്ടി കാര്യങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ കത്തിയെടുക്കുക, എന്നിട്ട് നൈസായിട്ട് ഒന്ന് ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പെട്ടി ഇവിടെ നമ്മൾ ഏകദേശം തുറന്ന് പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഗൈസ്, എൻ്റെ മോനെ നോക്ക്, ഇതാണ് നമ്മുടെ എക്സ്കവേറ്റർ. നമ്മളിവിടെ ഹിറ്റാച്ചി എന്നൊക്കെ പറയും. മീൻസ് JCBയുടെ മോഡൽ തന്നെ, പക്ഷേ അതിൻ്റെ ടയറും മാത്രം വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതിൻ്റെ ടയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയൊരു ടയറാണ്. മറ്റേ JCB ടയർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ഇവിടെ ഒരെണ്ണം വരും. പക്ഷേ ഏകദേശം പർപ്പസൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊളിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ എവിടെയുണ്ട്. ഓക്കെ, വാവ് ഗൈസ്, അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഇത് എടുക്കാം. എൻ്റെ മോനെ കിടിലൻ സാധനം. ഇതിൻ്റെ റേറ്റ് എന്നൊക്കെ ഞാൻ വാങ്ങിയ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1000 സംതിങ് റുപ്പീസാണ്. പക്ഷേ 1000 എന്തോ ആണ്, 1081 അങ്ങനെ എന്തോ റേറ്റാണ് ഞാൻ വാങ്ങിക്കുന്നത്. കിടിലൻ സാധനം, എനിക്ക് ഒരുപാട് ഇഷ്ടമില്ല. ഇതൊക്കെ ഒരു റബ്ബറാണ് വന്നിക്കുന്നത്. നോക്കിയേ, അടിപൊളി റിമോട്ട് കൺട്രോളാണ്. എന്നിട്ടും ഇതിൻ്റെ റേറ്റ് വന്നിക്കുന്നത് 1000 സംതിങ് വന്നിട്ടുള്ളൂ. ഇതിൻ്റെ ചാർജിങ് കേബിൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരു റിമോട്ട് വന്നിട്ടുണ്ട്. കണ്ട, ഈ റിമോട്ടാണ് വന്നിക്കുന്നത്. അത്യാവശ്യം അത്ര വലിയ ക്വാളിറ്റി എന്ന് പറയാനില്ല, പക്ഷേ എന്നാലും അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ വേറെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഗൈസ്, ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു RC റിമോട്ട് കൺട്രോൾ ഇതാണ്, എക്സ്കവേറ്ററാണ്. ഓക്കെ, ഇത് ഇങ്ങനെ സാധനമൊക്കെ ഇത് വർക്കൗട്ട് നമ്മുടെ ഇത് വെറും ഷോയ്ക്ക് വെച്ചതല്ല. ഇതൊക്കെ ഇങ്ങനെ കുഴി ഇങ്ങനെ എടുക്കണ അടിപൊളി പരിപാടിയാണ് ചെയ്യുക. ഗായ്സ്, ഇതാണ് എൻ്റെ ടൂൾ ബോക്സ് എന്ന് പറയുന്നത്. ഇതിലാണ് എൻ്റെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. ഈ സ്ക്രൂ ഡ്രൈവർ എന്തിനും എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി വരുന്നത് ഇതിൻ്റെ ഇവിടെയാണ് ബാറ്ററി വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓക്കെ, അപ്പോൾ ഈ ഒരു ബാറ്ററി ഇതിൽ വന്നിട്ടുണ്ട്. സോ ഇത് ചാർജ് നമുക്ക് നോക്കി നോക്കാം, അത് കണക്ട് ചെയ്തിട്ട് നോക്കി നോക്കാം. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ എവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ സ്വിച്ച് വന്നിട്ടുണ്ട്. ഇത് ഓണാക്കി നോക്കുമ്പോൾ ഓക്കെ, ഇവിടെ ലൈറ്റ് എത്തണുണ്ട്. അപ്പോൾ ഇതിൽ ബാറ്ററിയിൽ ചാർജ് ഉണ്ടെന്ന് അർത്ഥം. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഐറ്റം വാങ്ങുന്നത്. ഒരു എക്സ്കവേറ്റർ മോഡലുള്ള ഒരു JCB മോഡലുള്ള ഐറ്റം വാങ്ങുന്നത് നമ്മൾ ആദ്യമായിട്ടാണ്. നമ്മൾ സാധാ ചെയ്യുന്നത് നമ്മുടെ RC കാറും അതേപോലെ തന്നെ ഐറ്റംസാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ വാങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഈ സാധനം കിട്ടിയേക്കുന്നത്. അത്യാവശ്യം വലുപ്പമുണ്ട്, പക്ഷേ 1081 രൂപ വിലയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലും കൂടി ബാറ്ററി ഇട്ട് കൊടുക്കണം. സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്രൂവും കൂടി നമുക്കത് അഴിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന ബാറ്ററി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബാറ്ററി ഇതിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു JCBയുടെ ഈ ഒരു എക്സ്കവേറ്ററിൻ്റെ ഈ ബാക്കിയത്തെ ഭാഗം കൂടി നമുക്കൊന്ന് മൂടി കൊടുത്തു കഴിഞ്ഞാൽ ഓൾ സെറ്റാണ്. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഒരെണ്ണം മാത്രം ആക്കുമ്പോൾ ഉണ്ട്, ഒരു സൈഡ് മാത്രമാണ് ഇത് ഇങ്ങനെ തിരിയുള്ളൂ. പക്ഷേ ഈ രണ്ടെണ്ണം കൂടി ഒരുമിച്ച് ഇതിങ്ങനെ പ്രസ് ചെയ്യണം. ഇങ്ങനെ രണ്ടെണ്ണം മുന്നോട്ട് ആക്കിയാലാണ് ഈ കാണുന്ന 2 സ്വിച്ചും ഒരുമിച്ച് അമർത്തിയാൽ മാത്രമാണ് ഇത് നേരം മുന്നോട്ട് പോകുള്ളൂ. അതുപോലെ തന്നെ രണ്ടും ബാക്കോട്ട് അമർത്തിയാൽ ഒരുമിച്ച് ബാക്കോട്ട് പോകും. രണ്ടും മുന്നോട്ട് അമർത്തിയാൽ ഒരുമിച്ച് ഫ്രണ്ടോട്ട് വരും. ഞാൻ ഫുള്ളൊരു കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇനി ഇതൊക്കെ ഇങ്ങനെ പൊന്തണം കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോ, ഇത് ഈ ഒരു സ്വിച്ച് അമർത്തണം. ഈ ഒരു സ്വിച്ച് അമർത്തിയാൽ ഇതുണ്ട് ഇങ്ങനെ പൊന്തും. ഉണ്ടാ, അടിപൊളിയാണ്. അത്യാവശ്യം നല്ല പവർ ഉണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്ന പോലെ ഇത് ഇങ്ങനെ കാറ്റൊക്കെ കയറിപ്പോവും. ഓക്കെ, അപ്പോൾ ഈ 2 സ്വിച്ച് ഒരുമിച്ച് അമർത്താണെങ്കിൽ കുറച്ച് പവറിൽ ഇതാവും. നോക്കിയേ, അപ്പോൾ നമ്മുടെ റിമോട്ട് കൺട്രോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റിമോട്ട് കൺട്രോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ രണ്ടും ഇങ്ങനെ ഒരുമിച്ച് ആക്കുകയാണെങ്കിൽ ഇത് വണ്ടി മുന്നോട്ട് പോകും. ബാക്കോട്ട് ആക്കുകയാണെങ്കിൽ വണ്ടി ബാക്കോട്ട് പോകും. പിന്നെ ഇത് മാത്രം ആക്കുകയാണെങ്കിൽ വണ്ടി ഇപ്പോൾ ഒരു സൈഡ് മാത്രമേ ഇറങ്ങുള്ളൂ. ഇതിപ്പോൾ ഇങ്ങോട്ട് ലെഫ്റ്റ് എടുക്കാനും റൈറ്റ് എടുക്കാനും അതൊക്കെ ഒരെണ്ണം മാത്രം അമർത്താണെങ്കിൽ അങ്ങനെ പോകും. ഓക്കെ, കണ്ടില്ലേ. പിന്നെ ഇത് അമർത്തുമ്പോൾ നമ്മുടെ വണ്ടി ഇതിങ്ങനെ കോരും. നല്ല രസമുണ്ട് കേട്ടോ.
ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ RC കാർ പോലെ ഉള്ളത് കുറച്ചും കൂടിയും എന്താ പറയുക, നമുക്ക് ഭയങ്കര രസമാണ്. എന്ത് രസം! ഇനി ഇതിന് മേലെ പെട്ടിക്ക് വെച്ചിട്ട് നമുക്ക് പെട്ടിയുടെ മേലെ കയറ്റാൻ വേണ്ടി നോക്കട്ടെ. അതുപോലെ തന്നെ നമുക്ക് പറമ്പിൽ കൊണ്ടുപോയിട്ട് ഓഫ് റോഡ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇനി അടുത്തുള്ള പരിപാടികൾ എന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ എക്സ്കവേറ്ററിൻ്റെ പെട്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പെട്ടിയുടെ മേലെ ഇത് കയറാൻ ആ കാണുന്ന പെട്ടിയുടെ മേലെ നമുക്ക് ഇവനെ കയറ്റാൻ പറ്റുമെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടെണ്ണം ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ മുന്നോട്ട് എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്വിച്ച് അമർത്തിയിട്ട് അതിൻ്റെ മേലെ ഒരു കുളത്തി പിടിപ്പിക്കുക. ഓക്കെ, എന്നിട്ട് വണ്ടി ജസ്റ്റ് മുമ്പോട്ട് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ അമർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ വേണ്ട വണ്ടി കുറച്ച് പൊന്തി. എന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടോട്ട് എടുക്കുക. അപ്പോൾ വണ്ടി കുറച്ചുകൂടി പൊന്തിയിട്ടുണ്ട്. കുറച്ചുകൂടി ഫ്രണ്ട് എടുക്കുക. അതിന് ശേഷം നമ്മൾ വിചാരിക്കുന്ന പോലില്ല, അത്ര ഹൈറ്റ് പറ്റില്ല, എന്നാലും നമുക്ക് നോക്കി നോക്കാം. 360 ആയിട്ട് കറങ്ങും, പക്ഷേ നമ്മൾ കൈ കൊണ്ട് പിടിച്ചിട്ട് തന്നെ അങ്ങനെ പിടിക്കണം. ഓക്കെ, അങ്ങനെ പെട്ടിയിൽ അങ്ങനെ കയറ്റാൻ പറ്റിയില്ല. പക്ഷേ നമുക്കിങ്ങനെ നമ്മുടെ പറമ്പിലേക്ക് കൊണ്ടുപോയിട്ട് ഓരോ കുന്നും അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ കയറ്റാൻ വേണ്ടി നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിട്ടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ആ ഒരു അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പിന്നെ ഓഫ് റോഡ് കൊണ്ടുപോകാം. ബ്രാൻഡിങ് വരുന്നത് എല്ലിംഗ് എന്ന് പറഞ്ഞ ഏതൊരു ബ്രാൻഡാണ് എനിക്കറിയാൻ പാടില്ല. ഇത് നമുക്ക് തള്ളി നൽകി കേട്ടോ. എനിക്ക് അത്രയും പവറാണ്. പെട്ടി വരെ നമുക്ക് തള്ളി നിലത്തിടാൻ പറ്റുന്ന പവർ നമ്മുടെ ഇവനുണ്ട്. ഞാൻ കാണിച്ചു. നമുക്ക് ഇവന് ജസ്റ്റ് ഇങ്ങനെ നേരേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ തള്ളാം. തള്ളി ഗൈസ്, അത് നിലത്ത് വരെ ഇട്ടു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പവർ എന്തോരം ഉണ്ടെന്ന്. ജസ്റ്റ് 1081 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കിടിലം പവർ ഇതിനുണ്ട്. എന്താ ഈ സ്ക്രൂ ഡ്രൈവർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടിപ്പിച്ചു നോക്കാം. അവനെ കൊണ്ട് നമ്മൾ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി അവൻ്റെ എല്ലാം ചെയ്ത് നോക്കുക എന്നതാണ് നമ്മുടെ പരിപാടി. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. നോക്ക് അത് കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് മണ്ണൊക്കെ ഇത് വെച്ച് വാരാൻ പറ്റൂട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇരുട്ടത്ത് ഇവൻ്റെ ലൈറ്റിൻ്റെ ആ വെളിച്ചം നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് ഒരു വെളിച്ചം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവനെയും കൊണ്ട് നമ്മൾ പറമ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പറമ്പിൽ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അവനെന്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു കയറ്റം ചെറിയൊരു കയറ്റം. അപ്പോൾ അവിടേക്ക് നമ്മൾ കയറ്റാൻ പോവാണ്. എന്ത് കൂളായിട്ടാണ് പുള്ളിക്കാരൻ കയറി പോണത്. അപ്പോൾ അവിടേക്കൊന്ന് കയറ്റാൻ പറ്റാമെന്ന് നോക്കാം. ഓഫ് റോഡൊക്കെ കിടിലായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ RC കാർ പോലെയൊന്നുമല്ല, അത്യാവശ്യം നല്ല പവറിൽ ഐറ്റം കയറി പോകുന്നുണ്ട്. ഓക്കെ, എന്ത് സിമ്പിളായിട്ടാണ്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവനെ കൊണ്ട് മണ്ണിടിപ്പിക്കുന്ന പരിപാടിയാണ്. ഇവിടെ നിന്ന് കുറച്ച് മണ്ണ് ഇങ്ങനെ കൂട്ടി കൊടുക്കാം. നമുക്ക് ഇവരെ കൊണ്ട് മണ്ണിടിപ്പിക്കാം. അവിടെ മണ്ണ് കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനെ ബാക്ക് എടുപ്പിക്കാം. എന്നിട്ട് പൊസിഷൻ സെറ്റാക്കിയിട്ട് നോക്കി നമ്മുടെ നോക്കൂ ഗായ്സ്, നോക്ക് അവൻ മണ്ണ് എടുത്തിട്ടുണ്ട്. ഇനി ആ മണ്ണ് എവിടെയെങ്കിലും ഇടണമെങ്കിൽ വേണ്ട ഇത് അങ്ങനെ മണ്ണിടും. എൻ്റെ മോനെ സീന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചെറുപ്പത്തിലൊക്കെ ഇഷ്ടം പോലെ കളിച്ചിട്ടുണ്ട് ഇതേപോലത്തെ ടോയ്സൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ ഓരോന്നൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര ഇഷ്ടം കളിക്കാനൊക്കെ ആയിട്ട്. പുഴിയോട് ഉള്ളിൽ കൂടെ ഒക്കെ അതേ സിമ്പിളായിട്ടാണ് കയറി പോകുന്നത്. എങ്ങാനും കയറാൻ പറ്റില്ലെങ്കിൽ അതെ ഈ സാധനം വയ്ക്കുക, എന്നിട്ട് കുത്ത അങ്ങോട്ട് കയറാം. എൻ്റെ നമുക്ക് ഇതിനി അതിൻ്റെ മേലെ കയറി പോകണം. പോയിക്കോട്ടെ, കണ്ട സിമ്പിളായിട്ടാണ് ഓരോന്നിനും ഇതേ പോയി ഗായ്സ്. അപ്പോൾ നമ്മുടെ എക്സ്കവേറ്ററിൻ്റെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്.